ആരോഗ്യമേഖല ഇത്രത്തോളം വളർന്നിട്ടും അശാസ്ത്രീയമായ ചികിത്സാ രീതികൾക്ക് പിന്നാലെയാണ് ഒരു വിഭാഗം മലയാളികൾ. തലസ്ഥാനത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവനെടുത്ത അക്യുപഞ്ചർ ചികിത്സ മനുഷ്യജീവനെടുക്കുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. ആധുനിക കാലത്തും വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളുടെ എണ്ണത്തിൽ തലകുനിക്കേണ്ട അവസ്ഥയിലാണ് കേരളം. സ്വയം ചികിത്സയും വ്യാജ ചികിത്സയും ആളെ കൊല്ലുന്നു. മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും നടപടിയോ തിരിഞ്ഞുനോട്ടമോ ഇല്ല. ആരോഗ്യരംഗം എത്ര കണ്ട് വളർന്നിട്ടും അശാസ്ത്രീയമായ ചികിത്സാ രീതിക്ക് പിന്നാലെ ഓടുകയാണ് നമുക്കിടയിലെ ചിലർ. അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് വീട്ടിലെ പ്രസവം ചർച്ചയാകുന്നത്. 2023 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 403 പേർ വീട്ടിൽ പ്രസവിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. 2020 576 പേരും 2021 590 പേരും 2022 573 പേരുമാണ് വീട്ടിൽ പ്രസവിച്ചത്. വിശ്വാസത്തിന്റെ ഭാഗമായും കുപ്രചരണങ്ങളിൽ വീണം ഇരകളാകുന്നവരാണ് ഏറെയും. ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടും നിയമ നടപടി സ്വീകരിക്കുന്നതിലും പോലീസ് വീഴ്ചയുണ്ട്. അശാസ്ത്രീയ ചികിത്സയ്ക്കെതിരെ വേണ്ട ബോധവൽക്കരണവും കുറവാണ്. ചികിത്സ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ബോധവൽക്കരിക്കാനേ കഴിയൂ. നിർബന്ധം ചെലുത്താൻ അധികൃതർക്ക് കഴിയില്ല. നിയമത്തിലെ ഈ പഴുതാണ് സമാന്തര ചികിത്സക്കാർക്ക് വളമാകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ചികിത്സാ രീതികളും സൗകര്യങ്ങളും എത്ര പുരോഗമിച്ചാലും സമാന്തര ചികിത്സാ രീതികളുടെ പിന്നാലെ പോകുന്ന ഒട്ടേറെ പേരുണ്ട്. മനുഷ്യന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഇത്തരം കൈവിട്ട കളികൾ നിർത്തലാക്കാൻ ശക്തമായ നടപടി വേണം എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. ആശുപത്രി പോയാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വല്ലതും വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിയന്ത്രിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആശുപത്രി പോകണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അവൻ്റെ അടി കൊടുക്കാനുള്ള അത്യാവശ്യം അത് എവിടെയാണ് നടക്കുന്നത്? ആശുപത്രി കൊണ്ടുപോകാനുള്ളതിന് ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ വീട്ടിൽ ചെയ്തത് ശരിയാണോ? മതപരമായിട്ടായാലും ആശുപത്രി കൊണ്ടുപോകാം. ആശുപത്രി കൊണ്ടുപോയി വിടാത്തെന്താ? ഡോക്ടറെ കാണിച്ചൂടെ? ഡോക്ടറെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഏത് ചികിത്സയും പറയാം. വക്കീലിൻ്റെയും ഡോക്ടറുടെയും എല്ലാ സത്യവും പറഞ്ഞല്ലേ ചികിത്സിക്കാൻ നോക്കൂ. അപ്പോൾ ഇത് പറഞ്ഞത് വെറുതെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതല്ലേ? ആശുപത്രി തന്നെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ പോയാലേ ചികിത്സ കിട്ടുകയുള്ളൂ. വീട്ടിൽ ഇരുന്ന ഒന്നും അറിയാതെ ഇവിടെ മരിച്ച കണക്ക് അതേ കണക്ക് മരണം സംഭവിക്കും. കുറേ ആൾക്കാർ ഇറങ്ങിയുണ്ട്. പഠിക്കാത്തതും പഠിച്ചെന്ന് പറഞ്ഞാൽ MBBS വാങ്ങിക്കുന്നവരും ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുട്ടിയെ വിവാഹം ചെയ്ത് ആ വിവാഹം ചെയ്ത കുട്ടിക്ക് പ്രസവിക്കുന്നത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ ആ കുട്ടിക്ക് അധികാരമില്ല. ആ തലമുറകളെ നശിപ്പിക്കുകയാണ്. ഇതെന്താണ് കാണിക്കുന്നത്?